റഹീം. ശ്രോതാക്കളെ, മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ കാര്യങ്ങൾക്ക് എല്ലാം തന്നെ ഒരു എളുപ്പം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവൻ്റെ കാര്യങ്ങൾക്ക് എളുപ്പം കിട്ടാതെ വൈകിക്കഴിഞ്ഞാൽ, തടസ്സം അനുഭവപ്പെട്ടാൽ അവനുണ്ടാകുന്ന വിഷമങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന പ്രതിസന്ധികളും വളരെ വലുതാണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യമാണ് നാം പറയുവാൻ പോകുന്നത്. ഇതിന് നാം എന്ത് പരിഹാരമാണ്, അതിനുള്ള അത്ഭുത മന്ത്രം ഏതാണ്, അത്ഭുത നാമം ഏതാണ് എന്നതുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇതുപോലുള്ള നല്ല നല്ല അറിവുകൾ നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മനുഷ്യൻ അവൻ്റെ കാര്യങ്ങളിൽ ഒരു എളുപ്പം അനുഭവപ്പെട്ടാൽ അതുകൊണ്ടുണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ്. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത രീതിയിലായിരിക്കും അവനുണ്ടാകുന്ന സന്തോഷം. അത് ഏത് കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണ്. അവൻ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അവൻ ആഗ്രഹിക്കുന്ന കാര്യം അവന് നേടിയെടുക്കണം, അവന് സാധിച്ചു കിട്ടണം. അത് താമസം വളരെ താമസം കൂടാതെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ എളുപ്പം തന്നെ അവന് സാധിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. കാര്യങ്ങൾ എളുപ്പമായി കിട്ടാതെ താമസം അനുഭവപ്പെട്ടാൽ, വൈകിക്കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന ആ ഒരു മനോവിഷമവും പ്രതിസന്ധിയും അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും, അതിൻ്റെ പിന്നാലെ അത് നേടിയെടുക്കുവാൻ അല്ലെങ്കിൽ അത് സാധിച്ചു കിട്ടുവാൻ വേണ്ടി അവന് അധ്വാനവും കഷ്ടപ്പാടും ത്യാഗങ്ങളും സഹിക്കേണ്ടി വരുന്നതിലുള്ള ആ ഒരു ദീർഘമായ ബുദ്ധിമുട്ടും വളരെ വലുതാണ്. മനുഷ്യനക്ക് അത് ജോലിയോ, അത് അവൻ തുടങ്ങുവാൻ ഉദ്ദേശിക്കുന്ന സംരംഭങ്ങളോ, മറ്റ് കച്ചവടങ്ങളോ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അവനക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളോ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അവൻ്റെ കാര്യങ്ങൾ എളുപ്പമായി കിട്ടാതെ താമസിച്ചാൽ അതുകൊണ്ടുണ്ടാകുന്ന വിഷമങ്ങളും വളരെ വലുതാണ്. അതേസമയം അത് എളുപ്പമായി അവനക്ക് സാധിച്ചു കിട്ടിയാൽ അത് വളരെ ഒരു നന്മയുള്ളൊരു കാര്യവുമാണ്, സന്തോഷമുള്ളൊരു കാര്യവുമാണ്. അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും പരിശ്രമിക്കുന്നതും ആഗ്രഹിക്കുന്നതും. ഓരോരുത്തരും അവരവരുടെ ചില കാര്യങ്ങൾ അവർക്ക് നേടിയെടുക്കാനോ സാധിച്ചു കിട്ടുവാനോ മാസങ്ങളോ വർഷങ്ങളോ വേണ്ടി വന്നേക്കാം. ആ കാര്യം സാധിച്ചു കിട്ടുന്നതു വരെ അവനക്കുണ്ടാകുന്ന ആ ഒരു പ്രതിസന്ധി, ആ ഒരു വിഷമങ്ങൾ, പ്രയാസങ്ങൾ എത്രമാത്രമായിരിക്കും. കാര്യങ്ങൾ സാധിച്ചു കിട്ടുവാൻ വേണ്ടി മനുഷ്യൻ അതിനു വേണ്ടി ചെലവഴിക്കുന്ന സമയങ്ങൾ, അവൻ്റെ വിലപ്പെട്ട സമയങ്ങൾ, അവൻ്റെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സമ്പത്ത് കൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടെല്ലാം അവന് ആ കാര്യം നേടിയെടുക്കുവാൻ വേണ്ടി ചെലവഴിക്കുന്ന അല്ലെങ്കിൽ അധ്വാനിക്കുന്ന ആ ഒരു കഷ്ടപ്പാടും അതിൻ്റെ വിലയും അതിൻ്റെ നഷ്ടങ്ങളും എത്രമാത്രമായിരിക്കും. ഉദാഹരണത്തിന്, ജോലിയില്ലാത്ത മനുഷ്യർ അവനക്ക് നല്ലൊരു ജോലി ലഭിക്കണമെങ്കിൽ ആ ജോലിക്ക് വേണ്ടി അവൻ പരിശ്രമിക്കുന്ന പരിശ്രമങ്ങൾ, അതിന് വേണ്ടിയിട്ട് അതിൻ്റെ പിന്നാലെ അവൻ ചെലവഴിക്കുന്ന സമയങ്ങൾ, സമ്പത്ത് കൊണ്ടോ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ മറ്റിതര കാര്യങ്ങൾ കൊണ്ടോ അവനക്ക് ആ ജോലി നേടിയെടുക്കുവാൻ വേണ്ടി അവൻ ചെലവഴിക്കുന്ന ആ അധ്വാനങ്ങൾ, അത് താമസം ഉണ്ടാകുകയാണെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന വിഷമങ്ങളൊക്കെ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത രീതിയിലായിരിക്കും. എത്രമാത്രം ഉണ്ടാകുമല്ലേ. നേരെ മറിച്ച് അവനക്ക് ആ ജോലി എളുപ്പം കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന സന്തോഷങ്ങളും വളരെ വലുതായിരിക്കും. ഇവിടെ ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട പരിശുദ്ധ നാമമായ അതിശ്രേഷ്ഠ മഹത്തമായ നാമത്തെപ്പറ്റിയാണ് നാം ഇതിന് പരിഹാരമായി പറയുന്നത്. അവൻ്റെ കാര്യങ്ങളിൽ ഒരു എളുപ്പം കിട്ടുവാൻ വേണ്ടി, അവൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഒരു താമസം അവന് എളുപ്പമായി കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള മഹത്തരമായ ശ്രേഷ്ഠമായ നാമമാണ് യാ മുഹൈമിനു യാ അള്ളാഹ് എന്ന നാമം. യാ മുഹൈമിനു യാ അള്ളാഹ് എന്ന നാമം ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ അവൻ നിത്യമാക്കി കഴിഞ്ഞാൽ, അതുകൊണ്ട് അവനക്കുണ്ടാകുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ താമസം അല്ലെങ്കിൽ അവൻ്റെ കാര്യങ്ങൾ എളുപ്പമായി കിട്ടുവാൻ ഈ നാമം കൊണ്ട് വളരെ ഉപകാരമാണ്, വളരെ പ്രയോജനമാണ്. ഇതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ അവൻ ആത്മാർത്ഥമായി മുറുകെ പിടിച്ചാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാര്യങ്ങളിൽ എളുപ്പം നൽകുന്നതാണ്. ശ്രോതാക്കൾ, ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ഉപകാരപ്രദമാകുന്ന, ജീവിതത്തിൽ പ്രയോജനം ചെയ്യുന്ന അതുപോലുള്ള നല്ല നല്ല അറിവുകൾ ലഭിക്കുവാനായി നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.